ട്രാവൻകൂർ നോബൽ ന്യൂസിൻ്റെ വാരചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. നമസ്കാരം. ഇന്നത്തെ വാരചിന്ത: ഓണം ബാക്കിവെച്ച ലഹരി. പൂക്കളുടെ സൗരഭ്യം വീടുകളിലും ഫ്ളാറ്റുകളിലും സ്കൂളുകളിലും ഓഫീസുകളിലും നിറഞ്ഞു നിന്ന ആ സന്തോഷത്തിന്റെ കാലം. നിറങ്ങൾ വിതറി ആടിയും പാടിയും ഒരുമയും സ്നേഹവും ആഘോഷിച്ച ഓണക്കാലം കടന്നുപോയി. ലോകത്തിന്റെ ഏതു കോണിലും ജീവിക്കുന്ന മലയാളിയുടെ ഹൃദയത്തിലുണ്ട് ഓണം. സ്വന്തം നാട്ടിലേക്ക് തിരിച്ചുവരാനുള്ള, ബന്ധുക്കളെ കാണാനുള്ള മനസ്സു നിറയ്ക്കുന്ന സന്തോഷത്തിന്റെ കാലം. പക്ഷേ ഓണക്കളികളുടെ പശ്ചാത്തലത്തിൽ വർഷം തോറും ഉയരുന്നത് ഒരു ആശങ്കാജന കണക്ക്. മദ്യവിൽപ്പനയുടെയും ലഹരിവസ്തുക്കളുടെയും ഭീതിജനക വളർച്ച. ഔദ്യോഗികമായി രേഖപ്പെടുത്തിയ മദ്യവിൽപ്പനയുടെ കണക്കുകൾ പോലും ഭീതിജനകമാണ്. അതിനുപുറത്ത് അനധികൃതമായി നടക്കുന്ന ലഹരി മരുന്നുകളുടെ വ്യാപാരം യുവതലമുറയെ പിടിമുറുക്കുന്ന ഒരു ഇരുണ്ട സത്യമായി മാറിക്കഴിഞ്ഞു. ഇത് വെറും ആരോഗ്യ പ്രശ്നമല്ല. ചെറിയ വാക്കേറ്റങ്ങളിൽ തുടങ്ങി കൊലപാതകങ്ങളിലേക്കും വരെ എത്തുന്ന ദുരന്തങ്ങളുടെ തുടക്കമാണ് ഇത്. അപരിചിതരിൽ നിന്നും സ്വന്തം സുഹൃത്തുക്കളിലേക്കും സ്വന്തം വീട്ടിൽ രോഗികളായി കഴിയുന്ന മാതാപിതാക്കളിലേക്കും ഇരകൾ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. സ്വന്തം വീടുകളിൽ പോലും മനസമാധാനത്തോടെ ഉറങ്ങാനാകാത്ത സ്ഥിതി. അരക്ഷിതാവസ്ഥ, ഭയം, സംശയം ഈ സമൂഹത്തെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്നു. മദ്യവും ലഹരിയും നിയമവിധേയമായി ലഭിക്കുന്നതിന്റെ പേരിൽ എത്ര നിരപരാധികളുടെ ജീവിതമാണ് തകർന്നു പോകുന്നത്. പോലീസ് നടപടികളും സർക്കാർ നിയമങ്ങളും മാത്രം മതിയല്ല. സമൂഹത്തിന്റെ മനസ്സിൽ മാറ്റം വരുത്താൻ നമ്മൾ ഒരുമിച്ച് ബോധവൽക്കരണത്തിന്റെ യാത്ര തുടങ്ങണം. ഓണം നമ്മെ പഠിപ്പിക്കുന്നത് ഒരേ മനസ്സോടെ ജീവിക്കാൻ കഴിയുമെന്നതാണ്. സ്നേഹമാണ് ലഹരി, ഒരുമയാണ് ശക്തി, ചേർത്തുപിടിക്കലാണ് യഥാർത്ഥ സന്തോഷം.